56 വർഷത്തിന് ശേഷം മഞ്ഞുമലയിൽ നിന്ന് കണ്ടെടുത്ത മലയാളി സൈനികൻ തോമസ് ചെറിയാന് നാടിന്റെ യാത്രാമൊഴി. സംസ്കാരം പൂർണ്ണ സൈനിക ബഹുമതികളോടെ പത്തനംതിട്ട കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ. അന്ത്യാഞ്ജലി അർപ്പിച്ച് ആയിരങ്ങൾ. ATM കൊള്ളയടിച്ച കേസിൽ പ്രതികളെ തൃശൂരിലെത്തിച്ചു. പ്രതികൾ മറ്റ് ATM കൗണ്ടറുകളിലും കവർച്ചയ്ക്ക് ശ്രമിച്ചെന്ന് പോലീസ്. സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചതിനാൽ പിന്മാറി. RSS കൂടിക്കാഴ്ചയിൽ ADGP MR അജിത് കുമാറിനെതിരെ ഉടൻ നടപടി. ADGPയുടെ വിശദീകരണം DGP തള്ളുമെന്ന് സൂചന. നിർണായക അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. PV അൻവറിനെതിരെ വീണ്ടും കേസെടുത്ത് പോലീസ്. നടപടി അരീക്കോട് MSP ക്യാമ്പിലെ ഫോൺ ചോർത്തിയെന്ന പരാമർശത്തിൽ. മഞ്ചേരി പോലീസ് കേസെടുത്തത് ഔദ്യോഗിക രഹസ്യം ചോർത്തിയതുൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി. അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിൽ ലോറി ഉടമ മനാഫിനെതിരെ കേസ്. സമൂഹ മാധ്യമത്തിലൂടെ മതസ്പർദ്ധയും കലാപവും സൃഷ്ടിക്കാൻ ശ്രമിച്ചെന്ന് FIR. സ്പർദ്ധ വളർത്താൻ ശ്രമിച്ചിട്ടില്ലെന്ന് മനാഫ്. വലിയ സങ്കടമെന്നും മാനസിക സംഘർഷത്തിലെന്നും പ്രതികരണം. പോക്സോ കേസിൽ നടന്മാർക്കെതിരെ ആരോപണമുന്നയിച്ച നടിക്ക് തിരിച്ചടി. നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കാസർഗോഡ് ജില്ലാ കോടതി തള്ളി. നടിക്കെതിരെ പോക്സോ കേസെടുത്തത് ബന്ധുവായ യുവതി നൽകിയ പരാതിയിൽ. 15ാം നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് തുടക്കം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സഭ. ലോകം മുഴുവൻ വയനാടിനൊപ്പം നിന്നെന്ന് സ്പീക്കർ. സമാനതകളില്ലാത്ത മഹാദുരന്തമെന്ന് മുഖ്യമന്ത്രി. പുനരധിവാസത്തിന് എല്ലാ പിന്തുണയുമെന്ന് പ്രതിപക്ഷ നേതാവ്. മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ തോമസ് കെ തോമസിന് അതൃപ്തി. ഉടൻ തീരുമാനമായില്ലെങ്കിൽ പരസ്യ പ്രതികരണത്തിലേക്ക്. PC ചാക്കോയോട് നിലപാട് വ്യക്തമാക്കി. എന്താണ് അയോഗ്യതയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് തോമസ് കെ തോമസ്.